100 ന്യൂസ് ആരംഭിക്കുകയാണ്. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ. ബി.ജെ.പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിൽ ബി.ജെ.പി മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം റോഡ് ഷോയും മതസാമുദായിക നേതാക്കളുമായി കൂടിക്കാഴ്ചയും. സുരേഷ് ഗോപിയിലൂടെ തൃശൂർ പിടിക്കാൻ ലക്ഷ്യമിടുന്ന ബി.ജെ.പിക്ക് പ്രധാനമന്ത്രിയുടെ വരവ് ഊർജ്ജമാകുമെന്ന വിലയിരുത്തലിൽ നേതൃത്വം. സഭാ നേതൃത്വം ബി.ജെ.പി പക്ഷത്തെന്ന് വരുത്തി തീർക്കാൻ ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ശ്രമിക്കുന്നതായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. സജി ചെറിയാന്റെ പ്രസ്താവന ക്രൈസ്തവ സമൂഹത്തെ വേദനിപ്പിച്ചു. വീഞ്ഞും കേക്കും പ്രയോഗം തിരുത്തിയതാശ്വാസം. മണിപ്പൂർ വിഷയത്തിൽ സഭ കൃത്യമായ നിലപാട് അറിയിച്ചിട്ടുണ്ടെന്നും ജോസഫ് പാംബ്ലാനി 24നോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ മുദ്രാവാക്യം പ്രഖ്യാപിച്ചു ബി.ജെ.പി. 3ാം തവണയും മോദി സർക്കാർ, ഇത്തവണ 400-ന് അപ്പുറം എന്നതാണ് മുദ്രാവാക്യം. മോദി പ്രഭാവം മുൻനിർത്തി 400-ലേറെ സീറ്റ് നേടി അധികാരത്തിൽ തുടരാനാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നത്. അദാനി ഹിൻഡൻബർഗ് കേസിൽ സുപ്രീം കോടതി വിധി ഇന്ന്. കോടതി പരിഗണിച്ചത് ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പ് ക്രമക്കേട് കാട്ടിയെന്ന റിപ്പോർട്ടിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ഹർജികൾ. വാദം കേട്ടത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച്. വിധി കേന്ദ്ര സർക്കാരിന് നിർണായകം. മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്ന് ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത്. മതമേലധ്യക്ഷന്മാർക്കും സാമുദായിക സംഘടനാ നേതാക്കൾക്കും ക്ഷണം. ഗവർണറെ ക്ഷണിച്ചില്ല. വിരുന്ന് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്കെതിരായ മന്ത്രി സജി ചെറിയാന്റെ പരാമർശം വിവാദമായി നിൽക്കെ. ബിഷപ്പുമാർക്കെതിരായ പ്രസ്താവന മന്ത്രി സജി ചെറിയാൻ തിരുത്തിയെങ്കിലും വെട്ടിലായി കേരള കോൺഗ്രസ് എം. സഭയുടെ പിന്തുണ കുറയുമോ എന്ന ആശങ്കയിൽ ജോസ് കെ മാണി വിഭാഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കെ വിഷയം സജീവ ചർച്ചയാക്കാൻ ജോസഫ് ഗ്രൂപ്പും. മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്ന് ചുമതലയേൽക്കും. ഗതാഗത വകുപ്പിന് പുറമെ സിനിമാ വകുപ്പ് കൂടി വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും മുഖ്യമന്ത്രിയും CPIM-ഉം ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല. സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള ആദ്യ യോഗം ഇന്ന്. സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിൽ തീരുമാനമുണ്ടായേക്കും. 40% വർധന വേണമെന്ന് സപ്ലൈകോ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണരാൻ മണിക്കൂറുകൾ മാത്രം. കൊല്ലത്തൊരുക്കിയിരിക്കുന്നത് വിപുലമായ സൗകര്യങ്ങൾ. നാളെ കൗമാരകലയ്ക്ക് തുടക്കമാവുക ആശ്രാമം മൈതാനത്തെ ആഘോഷങ്ങളോടെ. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ഇന്ന് ജില്ലാ അതിർത്തിയിൽ മന്ത്രി KN ബാലഗോപാൽ ഏറ്റുവാങ്ങും. സമഗ്ര കവറേജുമായി ടീം 24. YS ശർമിളയുടെ YSR തെലങ്കാന പാർട്ടി കോൺഗ്രസിലേക്ക്. ഡൽഹിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയ ശേഷം ലയന പ്രഖ്യാപനമുണ്ടാകും. ആന്ധ്രാപ്രദേശ് PCC അധ്യക്ഷ സ്ഥാനവും രാജ്യസഭാ അംഗത്വവും കോൺഗ്രസ് വാഗ്ദാനം ചെയ്തുവെന്ന് റിപ്പോർട്ടുകൾ. സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ സമ്പൂർണ്ണ അടച്ചിടലിന് ആഹ്വാനം ചെയ്ത കുക്കി വിഭാഗം. മെയ്തേയ് വിഭാഗക്കാർ അക്രമങ്ങൾ അഴിച്ചുവിടുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് നടപടി. മണിപ്പൂരിൽ സേനാവിന്യാസം ശക്തമാക്കി. അതീവ ജാഗ്രത. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം. ഹമാസ് നേതാവ് സാലിഹ് അരൂരി കൊല്ലപ്പെട്ടു. ഖസാം ബ്രിഗേഡിലെ 2 കമാൻഡർമാരും കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ട്. ആക്രമണത്തെ അപലപിച്ച് ഇറാൻ. 13 പശുക്കളെ ഒരുമിച്ച് നഷ്ടപ്പെട്ടതിന്റെ ആഘാതത്തിൽ നിന്ന് തിരിച്ചുവരവിന്റെ പാതയിൽ തൊടുപുഴയിലെ കുട്ടിക്കർഷകർ. മാത്യുവിനെയും ജോർജിനെയും ചേർത്ത് പിടിച്ച് നാട്. സഹായങ്ങൾക്ക് നന്ദി പറഞ്ഞ് കുടുംബം. ശബരിമലയിൽ അരവണ പ്രതിസന്ധി അതിരൂക്ഷം. കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിക്കുമെന്ന് കരാർ കമ്പനികൾ. സന്നിധാനത്ത് തീർത്ഥാടക തിരക്ക് തുടരുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. ജസ്ന തിരോധാനത്തിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണം തുടക്കം മുതലേ പാളിയെന്ന ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ്. കൂടുതൽ തെളിവ് ലഭിച്ചാൽ അന്വേഷണം തുടരുമെന്ന് CBI ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അറിയിച്ചു. താനും ജസ്നയുടെ സഹപാഠിയും നുണപരിശോധനയ്ക്ക് വിധേയരായി. സത്യം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് പിതാവ് 24നോട്. പോലീസ് വെടിവെപ്പിൽ വനിതാ നേതാവ് കൊല്ലപ്പെട്ടെന്ന മാവോയിസ്റ്റുകളുടെ പോസ്റ്റർ പ്രചാരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി ഭീകരവിരുദ്ധ സ്ക്വാഡ്. പ്രചാരണം മാവോയിസ്റ്റുകളുടെ കെണിയെന്ന് വിലയിരുത്തൽ. കേസ് അന്വേഷിക്കുന്നത് IG-യുടെ മേൽനോട്ടത്തിൽ 10 ATS ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം. ഉത്തരേന്ത്യയിൽ അതിശൈത്യ തരംഗം തുടരുന്നു. ഈ മാസം 6 വരെ നോയിഡയിലെയും ലക്നൌവിലെയും സ്കൂളുകൾക്ക് അവധി. ഡൽഹിയിൽ വഴിയരികിൽ കഴിയുന്നവർക്ക് ഷെൽട്ടർ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. പാരീസ് ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പിനായി ഇന്ത്യൻ ഹോക്കി ടീം ദക്ഷിണാഫ്രിക്കയിലേക്ക്. ഫ്രാൻസ്, നെതർലാൻഡ്സ് ടീമുകളുമായി ഏറ്റുമുട്ടും. ജനുവരി 14-ന് പുറപ്പെടുന്ന സംഘത്തിൽ 26 താരങ്ങളും 9 പരിശീലകരും. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. ചേർത്തല മരുത്തോർവട്ടത്ത് പാമ്പുശല്യം അതിരൂക്ഷം. പ്രദേശത്തെ വീട്ടിലെ അടുക്കളയിൽ നിന്ന് 2 അണലികളെ പിടികൂടി. അണലിയുടെ കടിയേറ്റ് പ്രദേശവാസി ചികിത്സയിൽ.
കുറ്റിപ്പുറം മിനി MCFന് സമീപത്ത് മാലിന്യം തള്ളിയാൽ 20,000 രൂപ വരെ പിഴ ഈടാക്കുമെന്ന പഞ്ചായത്ത് മുന്നറിയിപ്പിന് പുല്ലുവില. പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയാണ് തള്ളുന്നത്. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ കർശന നടപടി വേണമെന്ന് ആവശ്യം. മലപ്പുറം തിരൂരിലെ തേക്കിൻകാട് ഇനി വലിയ പാർക്കിംഗ് ഏരിയയാകും. തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ മാർക്കറ്റ് ഭാഗത്താണ് മലബാറിലെ ഏറ്റവും വലിയ റെയിൽവേ പാർക്കിംഗ് ഏരിയ നിർമ്മിക്കുന്നത്. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. ബദൽ സൗകര്യമൊരുക്കാതെ പാലം പൊളിച്ചതോടെ കോഴിക്കോട് പാലുളി പ്രദേശത്തേക്കുള്ള ഗതാഗതം മുടങ്ങി. പാലുളി വാഗയാട് ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷൻ റോഡിൽ തോടിന് കുറുകെയുള്ള പാലമാണ് പൂർണ്ണമായി പൊളിച്ചത്. പാലക്കാട് ജില്ലയ്ക്കുള്ള പുതുവത്സര സമ്മാനമായി മുനിസിപ്പൽ സ്റ്റാൻഡിൽ ബസ് ടെർമിനൽ ഒരുങ്ങുന്നു. പ്ലാറ്റ്ഫോം നിർമ്മാണം 80% പൂർത്തിയായി. പാലക്കാട് കോട്ടോപ്പാടം പഞ്ചായത്തിലെ വേങ്ങ കണ്ടമംഗലം ഒളപ്പമണ്ണ റോഡ് തകർച്ചയുടെ വക്കിൽ. റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണമെന്ന് പരാതി, ഇടപെടൽ വേണമെന്ന ആവശ്യം. പ്രഖ്യാപനം നടന്ന 1.5 മാസം പിന്നിട്ടിട്ടും വൈപ്പിൻ ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശനം അനിശ്ചിതത്വത്തിൽ. ഗോശ്രീ ബസ്സുകൾ നഗരത്തിലേക്കുള്ള പെർമിറ്റിന് അപേക്ഷ നൽകിയെങ്കിലും പരിഗണിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇടുക്കി ചെറുതോണി തടിയമ്പാട് അശോക കവലയിൽ ജല അതോറിറ്റിയുടെ ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ കാൽനടയാത്ര ദുസ്സഹമായി. ക്രിസ്മസ് പുതുവത്സര അവധി ആഘോഷിക്കാൻ ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തിയത് 2 ലക്ഷത്തിലധികം സഞ്ചാരികൾ. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിയത് വാഗമൺ മൊട്ടക്കുന്നിൽ. ഇടുക്കി മൂന്നാർ മഴവിൽ പാലത്തിൽ വീണ്ടും അനധികൃത കച്ചവടം വ്യാപകമായതായി ആക്ഷേപം. അധികൃതരുടെ നിർദ്ദേശം അവഗണിച്ചാണ് കച്ചവടം. മാട്ടുപ്പെട്ടി റോഡിലേക്കുള്ള നടപ്പാലത്തിലാണ് കച്ചവടം നടക്കുന്നത്. ആലപ്പുഴ മുക്കം വാലയിൽ ബണ്ട് റോഡ് നിർമ്മാണം ഇഴയുന്നതായി പരാതി. 5 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത്. പത്തനംതിട്ട ഏനാത്തിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷം. വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുവെന്ന് കർഷകർ. കാട്ടുപന്നി ശല്യത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യം. ഇടുക്കി കടമാൻകുളത്ത് കാട്ടാനശല്യം രൂക്ഷം. 15ഓളം ആനകൾ കൂട്ടമായി ജനവാസ മേഖലയിലെത്തി. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തിരുവനന്തപുരം കാട്ടാക്കട കോട്ടൂർ കുമ്പിൾമൂട് പാലത്തിൽ വീണ്ടും ഗർത്തം രൂപപ്പെട്ടു. 2 മാസം മുമ്പ് അറ്റകുറ്റപ്പണി നടത്തിയ പാലത്തിലാണ് ഗർത്തം രൂപപ്പെട്ടത്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ 8 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തി. തിരൂർ RPFും എക്സൈസും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. മലപ്പുറം ജില്ലയിലൂടെ കടന്നുപോകുന്ന മംഗലൂരു ഇടപ്പള്ളി 6-വരിപ്പാതയുടെ നിർമ്മാണം ഈ വർഷം പൂർത്തിയാകില്ല. 6-വരിപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ചത് 2022 ജനുവരിയിൽ. കാസർഗോഡ് ചെറുവത്തൂരിൽ ബെവ്കോ ഔട്ട്ലെറ്റ് പൂട്ടിയ സംഭവത്തിൽ CPIM നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം. ചെറുവത്തൂരിൽ നേതൃത്വത്തെ വെല്ലുവിളിച്ച് ബാനറുകൾ സ്ഥാപിച്ചു. പുതുവർഷത്തോടനുബന്ധിച്ച് പാലിയേറ്റീവ് കെയർ എടക്കര ശാഖയുടെ 1 ഡേ കളക്ഷൻ ഉദ്ഘാടനവും സമൂഹ കേക്ക് മുറിയും നടന്നു. ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫൈനാൻസ് കമ്പനിയുടെ എടക്കര ശാഖയുടെ കീഴിൽ നടന്ന പരിപാടി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പവല്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബ്രാഞ്ച് മാനേജർ മനോഹരൻ കരുളായി അധ്യക്ഷനായി. കൊല്ലം ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ കരുതൽ പദ്ധതി ശ്രദ്ധേയമാകുന്നു. ആദ്യഘട്ടത്തിൽ കൊല്ലം കരുനാഗപ്പള്ളി മേഖലയിൽ തെരുവോരങ്ങളിൽ അന്തിയുറങ്ങുന്ന 100ഓളം പേർക്ക് പുതപ്പുകളും ഭക്ഷ്യക്കിറ്റുകളും വിതരണം ചെയ്തു. വാഴയൂർ സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി NSS യൂണിറ്റ് നമ്പർ 202ന്റെ സപ്തദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. അരൂർ AMUP സ്കൂളിൽ നടന്ന ക്യാമ്പ് കോളേജ് അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ കേണൽ നിസാർ അഹമ്മദ് സീദി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ മുജീബ് റഹ്മാൻ കാട്ടാളി അധ്യക്ഷനായി. ഹെഡ്മാസ്റ്റർ രാജൻ, പുളിക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബേബി രജനി എന്നിവർ പങ്കെടുത്തു. സൈനികനായ കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി സുധീഷ് ജമ്മുവിലെ ലേയിൽ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. 43 വയസ്സായിരുന്നു. ബേപ്പൂർ സ്വദേശിനി അഞ്ജു ആണ് ഭാര്യ. അജിത് കൃഷ്ണ, അദ്വൈത് കൃഷ്ണ എന്നിവർ മക്കളാണ്. പാലായിൽ കഞ്ചാവുമായി അതിഥി തൊഴിലാളി പിടിയിലായത് ഒഡീഷ സ്വദേശി ബിജിത്ര ഭോയ്. പാല എക്സൈസ് ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇടപ്പള്ളിയിൽ അയൽവാസികൾ തമ്മിൽ സംഘർഷത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ കേസെടുത്ത് എളമക്കര പോലീസ്. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. വനിതാ കമ്മീഷൻ അദാലത്ത് ഈ മാസം 23-ന് കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. രാവിലെ 10 മുതലാണ് അദാലത്ത്. കോഴിക്കോട് മാണിക്കോത്ത് താഴെപ്പാലം മുതൽ പള്ളിയത്ത് വരെയുള്ള റോഡിൽ ഇന്നു മുതൽ ഗതാഗതം നിരോധിച്ചു. ടാറിംഗ് നടക്കുന്നതിനാലാണ് നിയന്ത്രണം. കോഴിക്കോട് മണിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 10-ന് സ്കൂൾ ഓഫീസിൽ നടക്കും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിലും പരിസര പ്രദേശത്തും ഇന്ന് ഗതാഗത നിയന്ത്രണം. രാവിലെ മുതൽ സ്വരാജ് റൗണ്ടിലും തേക്കിൻകാട് മൈതാനിയിലും വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. ഉണ്ണികുളം സെക്ഷൻ, കുറ്റ്യാടി സെക്ഷൻ എന്നിവിടങ്ങളിലാണ് നിയന്ത്രണം. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. പ്രതിഷ്ഠാ ദിനത്തിൽ തന്നെ നിത്യദർശനത്തിനുള്ള സൗകര്യവും ഏർപ്പെടുത്തും. ആദ്യഘട്ടത്തിൽ 2 നിലകളിലാണ് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുക. വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം കർണാടകയിലെ കോൺഗ്രസ് ഭരണത്തിന്റെ അന്ത്യം കുറിക്കുമെന്ന് മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം കോൺഗ്രസിന് സഹിക്കാനാകുന്നില്ല എന്നും ബൊമ്മെ. ഇന്ത്യാ സഖ്യത്തിൽ പ്രത്യയശാസ്ത്രപരമായ ഐക്യമില്ലെന്ന് BJP MLA അഗ്നിമിത്ര പോൾ. ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് വിമർശനം. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ രജനീകാന്തിന് ക്ഷണം. താരത്തെ ക്ഷണിച്ച BJP നേതാവ് അർജുന മൂർത്തിയുടെ ട്വീറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പും ഭാരത് ന്യായ് യാത്രയുടെ ഒരുക്കങ്ങളും വിലയിരുത്താനുള്ള AICC ഭാരവാഹി യോഗം നാളെ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അധ്യക്ഷത വഹിക്കും. ഡൽഹിയിലെ ഭവാന ഇൻഡസ്ട്രിയൽ ഫാക്ടറിയിൽ തീപിടുത്തം. അഗ്നിരക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യൻ റെയിൽവേയുടെ മുഴുവൻ സേവനങ്ങൾക്കുമായി ആപ്പ് ഒരുങ്ങുന്നു. സൂപ്പർ ആപ്പ് ഉടൻ പുറത്തിറങ്ങും. സേവനങ്ങളെല്ലാം ഒറ്റ ആപ്പിലേക്ക് ചുരുക്കാൻ റെയിൽവേ. ഡൽഹിയിലെ റാണിഖേരയിൽ 147 ഏക്കർ സ്ഥലത്ത് വ്യവസായ കേന്ദ്രം നിർമ്മിക്കാൻ അനുമതി. തൊഴിലവസരം സൃഷ്ടിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് സർക്കാർ. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് EDയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ എന്നതിൽ അവ്യക്തത തുടരുന്നു. രാവിലെ 11 മണിക്ക് ഡൽഹി ഓഫീസിലെത്താനാണ് EDയുടെ നോട്ടീസ്. 6 സംസ്ഥാനങ്ങളിലായി നടന്നുവന്ന ട്രക്ക് സമരം പിൻവലിച്ചു. കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഹിറ്റ് ആൻഡ് റൺ നിയമത്തിനെതിരെയായിരുന്നു സമരം. നോക്കാമിനി രാജ്യാന്തര വാർത്തകൾ. റഷ്യ മനഃപൂർവ്വം യുക്രൈനിലെ ജനവാസ മേഖലകളെ ലക്ഷ്യമിടുന്നതായി യുക്രൈൻ പ്രതിരോധ മന്ത്രി റെസ്റ്റം ഒമേറോവ്. ബോധപൂർവം വൈദ്യുതി ലൈനുകളും ഗ്യാസ് പൈപ്പ് ലൈനുകളും തകർക്കുന്നതായും പ്രതിരോധ മന്ത്രി. കീവിനെ ആക്രമിക്കാൻ റഷ്യ നിരവധി കിൻസാൽ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചതായി യുക്രൈൻ. 59 മിസൈലുകൾ തകർത്തതായി യുക്രൈൻ സൈനിക മേധാവി ജനറൽ വലേരി സലോഷിനി. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ രജിസ്റ്റർ ചെയ്ത രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം. രോഗനിർണയ പരിശോധനകൾ ഉൾപ്പെടെ ആവർത്തിക്കുന്നത് തടയുകയാണ് ലക്ഷ്യം. വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണം. 4 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയ മെയിൻ സംസ്ഥാനത്തിന്റെ നടപടിക്കെതിരെ അപ്പീലുമായി US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഷെന്ന ബെലോസിന്റെ നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ട്രംപ്. ജപ്പാൻ ഭൂകമ്പത്തിൽ മരണസംഖ്യ 57ആയി. തുടർചലനങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വീടുകളിൽ നിന്ന് മാറി നിൽക്കാൻ നിർദ്ദേശം. തകർന്ന റോഡുകൾ രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയെന്ന് പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ. അഫ്ഗാനിസ്ഥാനിലെ ഫൈസാബാദിൽ ഭൂചലനം. 4.4 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദുമായി ബന്ധമുള്ള 33 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് തുർക്കിയിൽ നിന്ന്. വാർത്ത സ്ഥിരീകരിച്ച് തുർക്കി അധികൃതർ. 13 പേർ നിരീക്ഷണത്തിൽ. വ്യക്തിഗത വസ്തുക്കളോ വാണിജ്യ ആവശ്യത്തിനുള്ള സാമ്പിളുകളോ സൗദിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കസ്റ്റംസ് തീരുവ ഒഴിവാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പ്രസിദ്ധീകരിച്ചു. 5 നിബന്ധനകളാണ് ഉള്ളത്. ദുബായിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾക്കുള്ള നിരോധനം നിലവിൽ വന്നു. പ്രഖ്യാപനം നടത്തി ദുബായ് കിരീടാവകാശിയും UAE എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂം. കുത്തേറ്റ് ചികിത്സയിൽ കഴിയുന്ന ദക്ഷിണ കൊറിയൻ പ്രതിപക്ഷ നേതാവിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് പാർട്ടി വൃത്തങ്ങൾ. ലീ ജെ മ്യൂന് കഴുത്തിൽ കുത്തേറ്റത് ഇന്നലെ. അമേരിക്കയിലെ കൊളറാഡോ സുപ്രീം കോടതിയിൽ അതിക്രമിച്ചു കയറി വെടിയുതിർത്ത സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ജസ്റ്റിസുമാർക്കെതിരെ സമീപകാലത്ത് നടന്ന ഭീഷണികളുമായി ഇതിന് ബന്ധമില്ല എന്ന് പോലീസ്. ഖത്തറിലെ സ്ഥാപന ഉടമകൾ പോയ വർഷത്തെ ടാക്സ് റിട്ടേണുകൾ ഏപ്രിൽ 30-നകം അടയ്ക്കണമെന്ന് ജനറൽ ടാക്സ് അതോറിറ്റി. ഈ സമയപരിധിയിൽ അടച്ചില്ലെങ്കിൽ പിഴയടക്കം കനത്ത ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. മേഖലാസ്ഥാനം റിയാദിലേക്ക് മാറ്റി 200-ലേറെ അന്താരാഷ്ട്ര കമ്പനികൾ. നീക്കം സർക്കാർ കരാറുകൾ നിലനിർത്തുന്നതിന്റെ ഭാഗമായി. മേഖലാസ്ഥാനം സൗദിയിലേക്ക് മാറ്റിയ കമ്പനികൾക്ക് 30 വർഷത്തേക്ക് നികുതി ഇളവ്. UAE-യിൽ സ്വദേശിവൽക്കരണത്തിന്റെ അടുത്ത ഘട്ടം പ്രാബല്യത്തിൽ. 20 മുതൽ 49 വരെ ജീവനക്കാരുള്ള ചെറുകിട സ്ഥാപനങ്ങളിൽ ഒരു സ്വദേശിയെ നിയമിക്കണമെന്ന് നിയമം. നിയമലംഘനം നടത്തിയാൽ 96,000 ദിർഹം പിഴ ഈടാക്കും.
നോക്കാം ഇനി ബിസിനസ് വാർത്തകൾ. മോട്ടോ G34 5G ഈ മാസം 9 ഇന്ത്യയിൽ അവതരിപ്പിക്കും. 50 മെഗാ പിക്സൽ പ്രധാന സെൻസറോട് കൂടിയ ഡ്യുവൽ ക്യാമറ ഫോണിന്റെ പ്രധാന സവിശേഷതയാണ്. അടുത്ത മാസം വിപണി കീഴടക്കാൻ ഒരുങ്ങി സ്കോഡ ഒക്ടാവിയ ഫേസ് ലിഫ്റ്റ്. പുതിയ ടീസർ പുറത്തുവിട്ട് കമ്പനി. ഈ മാസം 11 ആഗോളതലത്തിൽ ലോഞ്ച് ചെയ്യാനൊരുങ്ങി പോക്കോ M6 Pro 4G. ട്രിപ്പിൾ റിയർ ക്യാമറയാണ് ഫോണിന്റെ പ്രധാന പ്രത്യേകത. ഡിസംബറിൽ 63,387 യൂണിറ്റുകൾ വിറ്റഴിച്ച് റോയൽ എൻഫീൽഡ്. 350cc മോഡലുകളിൽ 10% ഇടിവെന്ന് കണക്ക്. ഡിസംബറിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വിറ്റഴിക്കപ്പെട്ടത് ഡൽഹിയിലെന്ന് റിപ്പോർട്ട്. 73,610 ഇലക്ട്രിക് വാഹനങ്ങളാണ് വിറ്റഴിച്ചത്. ഇനി കായിക വാർത്തകൾ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ടെസ്റ്റിന് ഇന്ന് തുടക്കം. മത്സരം 1:30 മുതൽ കേപ്പ് ടൗണിൽ. രവീന്ദ്ര ജഡേജ ടീമിൽ തിരിച്ചെത്തിയേക്കും. ഇന്ത്യക്ക് മത്സരം നിർണായകം. ഓസ്ട്രേലിയക്കെതിരായ 3ാം ഏകദിനത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് കൂറ്റൻ തോൽവി. ഓസീസിന്റെ ജയം 190 റൺസിന്. സെഞ്ചുറി നേടിയ ഫോബെ ലിച്ച്ഫീൽഡ് കളിയിലെ താരം. 2020 ക്രിക്കറ്റ് ലോകകപ്പ് കളിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. BCCI തീരുമാനം. സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ താരങ്ങളുമായി സംസാരിച്ച ശേഷം അനുമതി നൽകിയാൽ അഫ്ഗാനിസ്ഥാനെതിരായ 2020 പരമ്പരയ്ക്കുള്ള ടീമിലും ഇരുവരെയും ഉൾപ്പെടുത്തിയേക്കും. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ വിജയക്കുതിപ്പ് തുടരാൻ റയൽ മാഡ്രിഡ് ഇന്നിറങ്ങും. എതിരാളികൾ മലോക്ക. മത്സരം രാത്രി 11:30 മാഡ്രിഡിന്റെ തട്ടകത്തിൽ. ഭദ്ര ഗായത്രി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സർജൻ സാജു എസ് ദാസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഗാർഡിയൻ ഏഞ്ചൽ എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്ത്. സർജൻ സാജു എസ് ദാസ് നായകനാകുന്ന ചിത്രത്തിൽ രാഹുൽ മാധവ്, മേജർ രവി, നഞ്ചിയമ്മ എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നു. മഹി വി രാഘവ് സംവിധാനം ചെയ്യുന്ന യാത്ര 2വിന്റെ ടീസർ വെള്ളിയാഴ്ച റിലീസ് ചെയ്യും. YS രാജശേഖര റെഡ്ഡിയുടെ ജീവിതകഥ പറയുന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം ജീവയും പ്രധാന വേഷത്തിൽ എത്തുന്നു. അനീഷ് അൻവറിന്റെ പുതിയ ചിത്രം രാസ്ത വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തും. റിലീസിന് മുന്നോടിയായി കൊച്ചിയിൽ സംഘടിപ്പിച്ച പ്രീ ലോഞ്ച് ഇവന്റിൽ ചിത്രത്തിലെ താരങ്ങളും അണിയറ പ്രവർത്തകരും പങ്കെടുത്തു. മമ്മൂട്ടി ചിത്രം ബ്രഹ്മയുഗത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ചെയ്തു. അർജുൻ അശോകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തിറക്കിയത്. ആസിഫ് അലി ചിത്രം ലെവൽ ക്രോസിൽ ഷറഫുദ്ദീനും അമല പോളും സുപ്രധാന വേഷത്തിൽ. ജിത്തു ജോസഫിന്റെ സംവിധാന സഹായി അർഫാസ് അയൂബാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അർഫാസിൻ്റെതാണ് കഥയും തിരക്കഥയും. ഇനി നോക്കാം വൈറൽ ട്രെൻഡ്സ്. സമൂഹമാധ്യമങ്ങളിൽ വൈറലായി ജപ്പാനിൽ റോഡ് മുറിച്ചു കടക്കുന്ന സ്കൂൾ കുട്ടിയുടെ വീഡിയോ. പെൺകുട്ടിയെ കണ്ടതോടെ വാഹനം നിർത്തിക്കൊടുക്കുന്ന ഡ്രൈവർക്ക് അഭിനന്ദന പ്രവാഹം. ഒരു നിമിഷമെങ്കിലും ശ്വാസം പിടിച്ചു നിൽക്കാതെ കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാവുന്നത്. സഹോദരങ്ങളുടെ രസകരമായ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. നിരവധി പേരാണ് ഇതിനോടകം വീഡിയോ കണ്ടത്. കൊച്ചുകുട്ടിയുടെ ഡ്രൈവിംഗ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു. ഹെവി വെഹിക്കിൾ വളരെ കൂളായി ഓടിക്കുന്ന വീഡിയോ ഏറ്റെടുത്ത സോഷ്യൽ മീഡിയ. കൊച്ചുകുട്ടിയുടെ അഭ്യാസ പ്രകടന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നു. വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. നോക്കാമിനി ഫാക്ട് ചെക്ക്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. സെന്താമരൈ സ്റ്റാലിന്റെ വീട്ടിൽ നടന്ന റെയ്ഡിൽ നിന്ന് അനധികൃതമായി കൈവശം വെച്ച 700 കോടി രൂപയും 280 കിലോ സ്വർണവും പിടിച്ചെടുത്തുവെന്നാണ് പ്രചാരണം. വാസ്തവത്തിൽ സെന്താമരൈ സ്റ്റാലിന്റെ വീട്ടിൽ ആദായനികുതി വകുപ്പിന്റെ റെയ്ഡ് നടന്നത് 2021-ലാണ്. ഈ റെയ്ഡിൽ അനധികൃത സ്വത്തുക്കളൊന്നും കണ്ടെത്തിയിരുന്നില്ല. നോക്കാമിനി ലേറ്റസ്റ്റ് ന്യൂസ്. ജപ്പാനിലെ ടോക്കിയോയിൽ ഹനേഡ വിമാനത്താവളത്തിലുണ്ടായ അപകടത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ജപ്പാൻ. റൺവേയുടെ സുരക്ഷയെക്കുറിച്ച് അന്വേഷിക്കും. ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കാൻ ഊർജിത നീക്കം. വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത് 5 പേർ. ആന്ധ്രാപ്രദേശിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം. 3 പേർ മരിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ചെന്നൈയിൽ വൻ ലഹരി വേട്ട. 15 കിലോയിലേറെ രാസലഹരി പിടികൂടി. വിപണിയിൽ 75 കോടി രൂപ വില വരുന്ന മെത്താഫെറ്റമിനാണ്
നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പിടികൂടിയത്. 8 പേർ അറസ്റ്റിൽ. ട്രിനിഡാഡ് ആൻഡ് ടുബാഗോയുടെ ആദ്യ ഇന്ത്യൻ വംശജനായ പ്രധാനമന്ത്രി ബസ്ദേവ് പാണ്ഡെ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. 1995 മുതൽ 2001 വരെ 2 തവണ പ്രധാനമന്ത്രിയായിരുന്നു. താമരശ്ശേരി ചുരത്തിൽ കാർ തടഞ്ഞ് 68 ലക്ഷം രൂപ കവർന്ന കേസിൽ ഒരാൾ കൂടി പിടിയിൽ. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് തൃശൂർ മാള സ്വദേശി സിജിൽ. ഇയാളുടെ ജീപ്പും കസ്റ്റഡിയിൽ. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. കനത്ത മൂടൽമഞ്ഞിൽ വലഞ്ഞ ഡൽഹി. മൂടൽമഞ്ഞിനെ തുടർന്ന് 26 ട്രെയിനുകൾ വൈകും. ജപ്പാൻ ഭൂകമ്പത്തിൽ മരണസംഖ്യ 62. രക്ഷാപ്രവർത്തനം തുടരുന്നു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി വിവരം. ബാബൽ മണ്ടേബ് കടലിടുക്കിലെ ചരക്ക് കപ്പലിന് സമീപം സ്ഫോടനമുണ്ടായെന്ന് റിപ്പോർട്ട്. കപ്പലിലുള്ളവർ സുരക്ഷിതമെന്ന് ബ്രിട്ടീഷ് നാവികസേന. ന്യൂസ് പൂർത്തിയാവുകയാണ്.